ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലീനോസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഒരു സ്പെഷ്യൽ കേക്കാണ്. ഇതൊരു നോ ബേക്ക് മാംഗോ മൂസ് ചീസ് കേക്കാണ്. അപ്പോൾ ചീസ് കേക്ക് ഇഷ്ടമുള്ളവർക്ക് ബേക്ക് ചെയ്യാതെ തന്നെ ഒരു ചീസ് കേക്ക് ഉണ്ടാക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനു വേണ്ടി ആദ്യം ഒരു ഫുഡ് പ്രോസസ്സറിൽ 8 ounce ബിസ്ക്കറ്റ്സ്, ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത് ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രഹം ക്രാക്കേഴ്സും യൂസ് ചെയ്യാം. ഈ ബിസ്ക്കറ്റ് ഇട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. പ്രോസസ്സർ ഇല്ലാത്തവർക്ക് കൈ കൊണ്ടും ചെയ്യാം. ഇതൊരു സിപ്ലോക്ക് ബാഗിൽ ഇട്ടിട്ട് കൈ കൊണ്ട് തന്നെ ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇതിലേക്ക് ഇനി ഒരു 7 ടേബിൾ സ്പൂൺ മെൽറ്റഡ് ബട്ടർ, അൺസോൾട്ടഡ് ബട്ടറാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഇതും കൂടെ ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് പൾസ് ചെയ്തെടുക്കുക. ഇനി ഇത് ഒരു സ്പ്രിംഗ് ഫോം പാനിലേക്ക് മാറ്റണം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് 9 ഇഞ്ചിൻ്റെ സ്പ്രിംഗ് ഫോം പാനാണ്. ഈ ബിസ്ക്കറ്റ് എല്ലാം ഇതിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഒരു സ്പൂണിൻ്റെയോ കപ്പിൻ്റെയോ ബാക്ക് വെച്ചിട്ട് ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് മൂസ് പ്രിപ്പയർ ചെയ്യാം. അതുവരെ നമുക്ക് ഈ ബിസ്ക്കറ്റിൻ്റെ ബേസ് ഒരു പ്ലാസ്റ്റിക് റാപ്പ് വെച്ചിട്ട് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. ഇപ്പോൾ മൂസ് ഉണ്ടാക്കുന്നതിന് ആദ്യമായിട്ട് ഒരു ഫുഡ് പ്രോസസ്സറിൽ 2 വലിയ മാങ്ങ തൊലിയെല്ലാം കളഞ്ഞിട്ട് ചോപ്പ് ചെയ്തെടുത്തത് ഇട്ടിട്ട് ഒന്ന് പ്യൂരി ചെയ്തെടുക്കാം. ഇതൊരു ബ്ലെൻഡറിലും ചെയ്യാം. ഇത് നന്നായി ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 കപ്പ് സ്വീറ്റൻഡ് കണ്ടൻസ് മിൽക്ക് ഒഴിക്കുക. ഇതൊന്നുകൂടെ ഒന്ന് നന്നായി അടിച്ചെടുക്കുക. ഇത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. അടുത്തതായി ഒരു വലിയ ബൗൾ എടുക്കുക. ഇതിലേക്ക് 2 കപ്പ് വിപ്പിംഗ് ക്രീം. നിങ്ങൾക്ക് വിപ്പിംഗ് ക്രീമും യൂസ് ചെയ്യാം, ഹെവി ക്രീമും യൂസ് ചെയ്യാം. നിങ്ങളുടെ സ്ഥലത്ത് ഏതാ അവൈലബിൾ എന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യാം. 1/2 കപ്പ് പഞ്ചസാരയും കൂടെ ചേർക്കണം. എന്നിട്ട് ഇത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ക്രീം ചീസ്. ഇവിടെ ഞാൻ 8 ounce ക്രീം ചീസ്, അതായത് 8 ounce ക്രീം ചീസാണ് യൂസ് ചെയ്തേക്കുന്നത്. ഈ ക്രീം ചീസ് ആദ്യം പുറത്ത് വെച്ച് റൂം ടെമ്പറേച്ചറിലോട്ടായിട്ട് ഇതൊന്ന് നന്നായി വിപ്പ് ചെയ്തെടുക്കണം. അതായത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും ചേർക്കണം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഇത് നല്ല സ്മൂത്ത് ആൻഡ് ക്രീമി ആവുന്ന വരെ ബീറ്റ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ പ്യൂരി ചെയ്ത് വെച്ചേക്കുന്ന മാംഗോ ഇതിലേക്ക് ചേർക്കാം. ഇതിലേക്ക് ചേർക്കുമ്പോൾ നമ്മൾ ഫോൾഡ് ചെയ്തെടുത്താൽ മതി. ഒത്തിരി മിക്സ് ചെയ്യാൻ പാടില്ല, ജസ്റ്റ് ഫോൾഡ് ചെയ്തെടുക്കണം. ഇനി വേറൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് 14 ഗ്രാം ജെലാറ്റിനും ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് എന്നിട്ട് 5 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കുക. ഒരു 5 മിനിറ്റിന് ശേഷം ഇത് ഇങ്ങനെയാവും. എന്നിട്ട് ഇത് നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ മൈക്രോവേവിലാണ് മെൽറ്റ് ചെയ്തെടുക്കുന്നത്. ഒരു 10 സെക്കൻഡ് ഇൻ്റർവെൽസിൽ നമുക്കിത് മൈക്രോവേവ് ചെയ്ത് മെൽറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ കംപ്ലീറ്റ്ലി ഡിസോൾവ് ആവണം ജെലാറ്റിൻ. അങ്ങനെ ജെലാറ്റിൻ നന്നായി ഡിസോൾവ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മുടെ വിപ്പിംഗ് ക്രീം മിക്സ്ചറിലോട്ട് ആഡ് ചെയ്യാം. ഇതും നമുക്ക് നന്നായി ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. നന്നായി ഒന്ന് മിക്സ് ആയതിന് ശേഷം നമുക്ക് ഈ മാംഗോ മൂസ് മിക്സ്ചർ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ബിസ്ക്കറ്റ് ബേസിലേക്ക് ഒഴിക്കാം. ഇത് ഒഴിച്ച് നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്യുക. അങ്ങനെ നന്നായി സ്പ്രെഡ് ചെയ്ത് ഈവനായി ആക്കിയതിന് ശേഷം നമുക്കിത് റെഫ്രിജറേറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഈ ചീസ് കേക്കിൻ്റെ ടോപ്പിംഗ് ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ മാംഗോ പ്യൂരി ടോപ്പിംഗ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. ഇതൊരു മാംഗോ ചീസ് കേക്ക് അല്ലേ, അപ്പം മാംഗോ വെച്ച് തന്നെ നമുക്കൊരു ടോപ്പിംഗ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു മാങ്ങ എടുക്കാം. ഇത് തൊലിയെല്ലാം കളഞ്ഞ് ഒന്ന് ചോപ്പ് ചെയ്തിട്ട് ബ്ലെൻഡറിലിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കണം. അതിനുശേഷം ഒരു സോസ് പാൻ എടുക്കുക. അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഈ മാംഗോ പ്യൂരി ചെയ്ത് വെച്ചേക്കുന്നതും ഒഴിക്കുക. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഷുഗറും കൂടെ ആഡ് ചെയ്യണം.
എന്നിട്ട് നമുക്കിത് അടുപ്പത്ത് വെക്കാം. ഒരു ലോ ഫ്ലെയിമിൽ ഇത് നന്നായി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിൻ്റെ കൂടെ തന്നെ ഒരു ബൗളിൽ 1 ടേബിൾ സ്പൂൺ ജെലാറ്റിനും 2 ടേബിൾ സ്പൂൺ വെള്ളവും എടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇത് നന്നായി ഒന്ന് തിക്കായി വരുന്ന വരെ നമുക്കിങ്ങനെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം അങ്ങനെ നമ്മുടെ ഈ മാംഗോ പ്യൂരി നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി ഗ്യാസിൽ നിന്ന് മാറ്റാം. മാറ്റിയ ഉടനെ തന്നെ നമുക്ക് ഈ ജെലാറ്റിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. ജെലാറ്റിൻ്റെ കട്ടയൊന്നും വീഴാൻ പാടില്ല. നന്നായി മെൽറ്റ് ആവുന്നവരെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നമുക്കൊന്ന് സ്ട്രെയിൻ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ചീസ് കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിക്കാം. പതുക്കെ ഒഴിക്കാവൂ, കാരണം ചൂടുള്ളതുകൊണ്ട് നമ്മളിങ്ങനെ സ്പ്രെഡ് ചെയ്ത് ഒഴിക്കണം. ഈ ടോപ്പിങ്ങും കൂടെ ഒഴിച്ചതിന് ശേഷം നമുക്കിനി ഇത് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഒരു 4 മണിക്കൂർ മിനിമം എങ്കിലും സെറ്റ് ചെയ്യാൻ വെക്കണം. അല്ലെങ്കിൽ ഓവർനൈറ്റ് വെച്ചാലും നല്ലതാണ്. അങ്ങനെ നമ്മുടെ ഈസി മാംഗോ മൂസ് ചീസ് കേക്ക് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. ഇതിന് ബേക്കിംഗ് ചെയ്യേണ്ട ആവശ്യമില്ല. ചീസ് കേക്കുമാണ്. ചീസ് കേക്ക് ഇഷ്ടമുള്ളവർക്ക് ഡെഫിനറ്റ്ലി ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഈ ക്രിസ്മസ് സീസണിൽ ബേക്ക് ചെയ്യാൻ പറ്റാത്തവർ അല്ലെങ്കിൽ ഓവൻ ഇല്ലാത്തവർ ഇതുണ്ടാക്കി നോക്കാം. അടുത്ത കുറേ റെസിപ്പീസുമായി വരുന്നത് വരെ take care, bye bye, and thank you for watching Lino's Kitchen.